الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, കാരുണ്യവാനായ ഏറെ പൊറുക്കുന്ന അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതം സ്ഥിരമായി നന്നാക്കി തീർക്കണേ എന്ന് സ്വന്തത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയും. റഹ്മാനായ റബ്ബ് അവൻ തന്ന അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ ആ കാരണത്താൽ നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ അല്ലാഹ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു ദിവസം ഇനി നമ്മുടെ ജീവിതത്തിൽ കിട്ടുമോ എന്നുള്ളത് ഗൈബിയായ അദൃശ്യമായ ഒരു കാര്യമാണ്. 27-ാം രാവായിരുന്നു ഇന്നലെ. നമ്മിൽ പല ആളുകളുടെയും കണ്ണുകൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ ഹയാത്താക്കിയിട്ടുണ്ട് എന്നുള്ളത്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇബാദത്തുകൾക്കിടയിൽ രാത്രി 12:10 മൊബൈലൊന്നെടുത്ത് സ്വതക്കക്കുള്ള ഒരു അവസരം എന്നുള്ള നിലക്ക് ഇനി ആർക്കൊക്കെ അയക്കാൻ ഈ മെസ്സേജ് ബാക്കിയുണ്ട് എന്നിങ്ങനെ
കോണ്ടാക്ട് ലിസ്റ്റ് തിരിയുമ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഞാൻ എൻ്റെ നാടിന് കൊടുത്ത ഷോർട്ട് ഫോം ഒന്നിങ്ങനെ അടിച്ച് ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് നോക്കുമ്പോൾ ഞാൻ അതിലൊരു പേര് 2 തവണ ആവർത്തിച്ചത് കണ്ടു. 2 നമ്പറിൽ സേവ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 12 ഈ റമദാൻ 11 ലോകത്തുനിന്ന് വിട പറഞ്ഞൊരു മനുഷ്യന്റെ 2 നമ്പറായിരുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മളെ പള്ളിയപ്പോ നമ്മൾ നടക്കുന്ന ഭൂമിയുടെ താഴെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. മഹാനായ മുൻഗാമി ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലാഹു ഖബറിൽ കിടക്കുന്ന ആളുകളോട് തമന്നവും, നിങ്ങളൊന്ന് ആഗ്രഹിക്കുവിൻ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹം യൗമൻ മിൻ റമളാൻ, റമളാനിൽ ഒരു ദിനം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം സയ്യിദുൽ ശുഹൂർ, മാസങ്ങളുടെ നേതാവായ റമളാനിലാണ് നമ്മളുള്ളത്. സയ്യിദുൽ അയ്യാമി അൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ്. വെള്ളിയാഴ്ച കൂടി രണ്ടും ഒന്നിച്ചു വന്ന 4ാമത്തെ റമളാനിലെ ദിനമാണിന്ന്. ഇനി പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും ഒന്നിച്ചു കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത കാരണമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല 1 ആയുസ് തന്നു പ്രിയപ്പെട്ടവരെ, 2 ആഫിയത്ത് തന്നു പ്രിയപ്പെട്ടവരെ, 3 ഈ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി തന്നു. അല്ലാഹു ജീവിക്കാൻ അവസരം തന്നു. ഇതുവരെ എത്തിയില്ലേ നമ്മൾ? ഇനി ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ റമളാൻ കഴിയട്ടെ. നമുക്ക് എണീറ്റ് നിൽക്കാനും നെഞ്ചത്ത് കൈവെക്കാനും പടച്ചവരിലേക്ക് മനസ്സുറപ്പിച്ച് കൈകൾ ഉയർത്താനും ദീർഘമായി നിൽക്കാനുമുള്ള ആഫിയത്ത് അല്ലാഹു നമുക്ക് തന്നു പ്രിയപ്പെട്ടവരെ. കൈകൾ ഉയർത്തുമ്പോൾ അതേ ജൂതന്മാരായ കാബാലികളുടെ മിസൈലും കാത്ത് ആ മിസൈൽ വന്ന് വീണതിന്റെ കാരണത്താൽ 2 കൈയും നഷ്ടപ്പെട്ട് 2 കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്താൻ കഴിയാത്തവരായി അല്ലാഹു നമ്മളെ മാറ്റിയിട്ടില്ല. 2 കരങ്ങളും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നു. പള്ളിക്കകത്തേക്ക് വീണ ഒരു ബോംബുണ്ടാക്കിയ ചലനങ്ങൾ നമ്മൾ കണ്ടപ്പോൾ, എണീറ്റ് നിൽക്കാനുള്ള കാലുകൾ പലരുടെയും നഷ്ടപ്പെട്ടപ്പോൾ, ഇല്ല പ്രിയപ്പെട്ടവരെ, ദീർഘമായി നിൽക്കാനുള്ള 2 കാലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. ക്യാൻസർ സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഇനി വൈദ്യശാസ്ത്രത്തിനൊന്നും പറയാൻ കഴിയില്ല. പടച്ചോനോട് പറഞ്ഞോളൂ, ഇനി ഇടക്കൊന്നു വന്നു കീമോ ചെയ്താൽ മതി എന്നും പറഞ്ഞ് കൂടപ്പറപ്പിനെ തന്റെ ചാരത്തിരുത്തി കൊണ്ടുവന്ന് തന്റെ വീട്ടിൽ കിടത്തിയ സഹോദരൻ സഹോദരിയെ കുറിച്ച് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നെഞ്ച് പിടക്കുകയാണ്. അവള് വേദനിച്ചിങ്ങനെ പടയുന്നത് കാണുമ്പോന്നാണ്. അല്ലാഹു കിടത്തിയില്ല, നമ്മളെ കിടക്കപ്പായിൽ കിടത്തിയിട്ടില്ല. രാവും പകലും ഉറക്കമൊഴിച്ച് അള്ളാന്റെ മുമ്പിൽ നിസ്കരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഹയാത്താക്കാനും അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താനും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനുമുള്ള സാഹചര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതാ പ്രിയപ്പെട്ടവരെ അനുകൂലമാക്കി തന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വന്തം ഉമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. ഒരു ഉമ്മക്ക് തന്റെ കുഞ്ഞിനോട് എത്ര കണ്ട് കാരുണ്യവും സ്നേഹവും ഉണ്ടോ, അതിനേക്കാൾ ഇരട്ടിക്കിരട്ടി പടച്ചവന്റെ പടപ്പുകളോടുണ്ടെന്ന് കളവ് പറയാത്ത നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറിയുമോ നിങ്ങൾക്ക്, ചോദിച്ചാൽ ഇഷ്ടം കൂടുന്ന, ചോദ്യം കുറയും തോറും നമ്മളോട് ദേഷ്യം തോന്നുന്ന ഒരു റബ്ബ് നമുക്കുണ്ടെന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെ. നിനക്ക് പാപം പുറത്തു തരുന്ന ഒരു പടച്ചോനുണ്ട്, തൗബ സ്വീകരിക്കുന്ന ഒരു പടച്ചോണ്ട്. നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ചെയ്തപ്പോ, വേണ്ട എന്ന് പറഞ്ഞിട്ടും വേണമെന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ, സാമ്പത്തികമായ ഇടപാട് നടത്തല്ലോ എന്ന് പറഞ്ഞപ്പോഴും അത്
തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്തിട്ടും ആ അല്ലാഹ് കരങ്ങൾ നീട്ടിയിരിക്കുകയാണ് പകലിൽ. രാത്രി ചെയ്ത തിന്മ ചെയ്ത പടപ്പിനോട് അവന് പശ്ചാത്താപം നൽകാൻ വേണ്ടി, രാത്രി ചെയ്ത തിന്മകൾക്ക് പകല് പശ്ചാത്താപം നൽകാൻ വേണ്ടിയും പകല് ചെയ്ത തിന്മക്ക് രാത്രി പശ്ചാത്താപം തടുക്കാൻ വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു കരങ്ങളും നീട്ടിവെക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി ഹദീസ് കൂട്ടിച്ചേർത്തത് ഹത്താ തത്ലുഉ ശംസ മിൻ മഗ്രിബി, അത് പടിഞ്ഞാറുന്ന സൂര്യൻ ഉദിക്കുന്നത് വരെ അല്ലാഹ് ഇരു കരങ്ങളും നീട്ടി രാവും പകലും ഇരിക്കുന്നു എന്നാണ്. ഇന്നേ വരെ പടിഞ്ഞാറുന്ന സൂര്യൻ ഉദിച്ചിട്ടില്ല. ആ ഉദിക്കുന്ന ദിവസത്തിന്റെ പേരാ പ്രിയപ്പെട്ടവരെ യൗമുൽ ആഖിറ, അന്ത്യനാളെന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചെന്നത്. കാരുണ്യവാനായ ഈ റബ്ബിനെ പറ്റിക്കരുത്, ഈ റബ്ബിനോട് ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ നരകക്കാരനെ കണ്ടിട്ടുണ്ടോ? എന്നാൽ അതാ കണ്ടോളൂ എന്നായിരുന്നു. ആ പശ്ചാത്തലം വെച്ച് സ്വഹാബികൾക്ക് അത്ഭുതമായി. അള്ളാഹുവിന്റെ റസൂൽ എന്തേ ഇപ്പൊ അയാളെ ചൂണ്ടിക്കാണിച്ച് നരകക്കാരൻ എന്ന് പറഞ്ഞത് എന്നാണ്. അയാളെ സ്വഹാബത്ത് നോക്കുമ്പോൾ അയാൾ ഉള്ളത് ഒരു യുദ്ധഭൂമിയിലാണ്. ആ യുദ്ധഭൂമിയിൽ തന്നോടൊപ്പം നിൽക്കുന്ന സൈനികരെക്കാൾ മുൻപന്തിയിൽ ഊക്കോടുകൂടി യുദ്ധം ചെയ്യുന്ന ഒരു മഹാഭടനെയാണ് അവർ ആ മനുഷ്യനിൽ കണ്ടത്. ഇത് കേട്ട ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ റസൂലുള്ളാഹി ചൂണ്ടിക്കാണിച്ച ആളെ ഫോളോ ചെയ്തു എന്നാണ്. അയാൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ശത്രു സൈന്യത്തെ വിട്ടുവീഴ്ത്തിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, അയാൾ ആദ്യം സജീവമായി ധൈര്യത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അയാൾ ശരീരത്തിലേക്ക് ഒരു വെട്ടേറ്റു. ആ വെട്ടേറ്റപ്പോൾ അയാൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അയാളുടെ വാളെടുത്ത് തിരിച്ചു വെച്ചു. അതിന്റെ മുന ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തുന്ന രൂപത്തിലേക്ക് വെച്ചു. എന്നിട്ട് തന്റെ രണ്ട് മാറിടത്തെയും അതിന്റെ ഉള്ളിലേക്ക്, മാറിടത്തിന്റെ ഇടയിലുള്ള ഭാഗത്ത് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. അയാളുടെ പിൻഭാഗത്തുകൂടെ ആ വാൾ പുറത്തു വന്നു എന്ന് ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മനുഷ്യൻ, ഫോളോ ചെയ്ത മനുഷ്യൻ ഓടി പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് അന്നക അശ്ഹദു അന്നക മുഹമ്മദൻ റസൂലുള്ളാഹ്, പ്രവാചകരെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്ന് ഞാനിതാ ഒരു തവണ കൂടി സാക്ഷ്യം വഹിക്കുന്നു. റസൂലുള്ളാഹി അത് മറന്നിരുന്നു. നേരത്തെ പറഞ്ഞ വർത്തമാനം ചോദിച്ചു, അല്ല എന്താപ്പോ ഇത് എന്ന്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരാളില്ലേ, അയാളെ ഞാൻ പിന്തുടർന്നിരുന്നു. ആദ്യം അയാൾ പോയി, പക്ഷേ അയാൾ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ നരകത്തിന്റെ ആളായി. അവിടെ റസൂലുള്ളാഹി ആ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമായിരുന്നു അത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിന്നാർ, ചില ആളുകൾ നരകത്തിന്റെ പണിയെടുത്തുകൊണ്ടിരിക്കും. എന്നാലോ വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, മരിക്കുമ്പോൾ അയാള് സ്വർഗ്ഗക്കാരന്റെ പണിയെടുത്തിട്ടാണ് പോവുക. വയഅമലു അമല അഹ്ലിൽ ജന്ന, എന്നാൽ ചില മനുഷ്യന്മാരുണ്ട് സ്വർഗ്ഗത്തിന്റെ പണിയെടുക്കുന്നവരാണ് അവർ. എന്നാലോ അവർ വഇന്ന മിൻ അഹ്ലിൻ നാർ, ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നരകക്കാരന്റെ പണിയുമായിട്ടാണ് അയാൾ ദുനിയാവിന്ന് പോവുക. എന്നിട്ട് ചേർത്ത് വെച്ചൊരു വാചകം, വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അതിന്റെ അവസാനം നോക്കിയാണ് അല്ലാഹ് പരിഗണിക്കുക എന്നാണ്. നിങ്ങൾ റമളാനിന്റെ 1 എന്തായിരുന്നു എന്നല്ല, റമളാനിന്റെ 2 ആദ്യത്തെ 10 ആദ്യത്തെ 2ാമത്തെ 10ന്റെ പകുതി വരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, പര്യവസാനം എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ മുമ്പിൽ ഒരു മഹാ അവസരമുണ്ടായിരുന്നു. അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരിറ്റു തുള്ളി രക്തം നിലത്ത് പതിച്ചാൽ അയാളുടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അയാള് യുദ്ധരണാങ്കണത്തിൽ ഷഹീദായാൽ നേരെ സ്വർഗത്തിലേക്കാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ ഏതാനും സമയം, മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അയാൾ നരകക്കാരന്റെ പണിയെടുത്ത് സ്വർഗക്കാരുടെ പണിയെടുത്തിരുന്ന ആള് അവസാന നിമിഷങ്ങളിൽ നരകക്കാരന്റെ പണിയെടുത്ത് നരകത്തിലേക്ക് പോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അറിയുക, മഗ്ഫിറത്ത് ലഭിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല.
മദീനത്തെ പള്ളി ജനനിബിഡമായിരുന്നു. എന്നിട്ടും ആള് നല്ലോണം ഉണ്ടായിട്ടും പ്രാർത്ഥിച്ച പ്രാർത്ഥനയെയോ പ്രാർത്ഥിച്ച ആളെയോ അവർ കണ്ടില്ല. പക്ഷേ പ്രാർത്ഥനക്ക് കൊടുത്ത ആമീൻ എന്ന ഉത്തരം അവർ കേട്ടു. ആമീൻ പറഞ്ഞ അവരുടെ പ്രവാചകനെയും അവർ കണ്ടു. റസൂലിനോട് ചോദിച്ചു, നബിയെ എന്താ 3 ആമീൻ എന്ന്? ജിബ്രീൽ വന്നു 3 തവണ പ്രാർത്ഥിച്ചു. ഖുൽ ആമീൻ, പ്രവാചകരെ ആമീൻ പറയണമെന്ന് പറഞ്ഞു. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു. മിഹ്റാബിന്റെ മിമ്പറിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ എന്നോട് ജിബ്രീൽ പ്രാർത്ഥിച്ചത് ഇതാണ്: ഒരു റമദാൻ കണ്ടുമുട്ടിയിട്ട് മഗ്ഫിറത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ, പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താവട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ് മലക്കുകളുടെ കൂട്ടത്തിലെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് സൃഷ്ടികളുടെ കൂട്ടത്തിലെ നേതാവിന്റെ ആമീനും മലക്കുകളുടെ കൂട്ടത്തിലെ നേതാവിന്റെ പ്രാർത്ഥനയും ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ആമീൻ നമുക്ക് തലക്കുമീതെ നിൽക്കുമ്പോൾ ആ പരിധിക്കുള്ളിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു നോമ്പിൽ 27 നിൽക്കുമ്പോൾ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. മഗ്ഫിറത്ത് കിട്ടാതെ ഈ റമദാനിനെ പറഞ്ഞയക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സമ്മതിച്ചുകൂടെ. ചോദിച്ച് കരഞ്ഞ് ഒരു കുട്ടി തന്റെ ഉമ്മച്ചിയുടെ അതേ വസ്ത്രത്തിൽ പിടിച്ചു തൂങ്ങി ആവശ്യം നിർവഹിക്കുന്നത് പോലെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തിരിക്കാത്തൊരു ദിനരാത്രങ്ങൾ ഇനി നമുക്കുണ്ടായിക്കൂടാ. റമദാൻ വന്നത് റമദാനിൽ നന്നാവാനില്ല, റമദാനിന്റെ നമ്മുടെ ബാക്കപ്പ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ ബാക്കപ്പിൽ കുറെ കറുത്ത പുള്ളികളുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് റമദാൻ വന്നിട്ടുള്ളത്. റമദാനിൽ മാത്രം നന്നാവാനില്ല, റമദാനിന്റെ ഇന്നലകളിലെ ബാക്കപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹ് റമദാൻ നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ലിസ്റ്റ് എടുത്തു നോക്കൂ. രാത്രിയിൽ ഇരുന്ന് ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു പള്ളിയിൽ. രാത്രി ഖിയാമുൽ ലൈൽ കഴിഞ്ഞിട്ടും അത്താഴം കൊണ്ടുവരാതെ സുബഹിനോടടുത്തിട്ടും അത്താഴം കഴിക്കാൻ പോറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരന്റെ കണ്ണുനീരിൽ നിന്നും ഒഴുകി അവൻ പറയണേ, ഞാൻ 2013 എത്തിയിട്ടേ ഉള്ളൂ, ഇനി എനിക്ക് ബാക്കിയുള്ള വർഷങ്ങളുണ്ട്. എന്റെ ഇന്നലകളിലെ തിന്മകൾ എണ്ണുമ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 2013 ഈ 2013 കാലയളവ് വരെ ഞാൻ ഇടപെട്ട വിഹിതങ്ങളുടെ എണ്ണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് കൈപിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഇന്നലകളിലെ കൊല്ലങ്ങളെടുത്ത് അയവിറത്ത് ഓരോ വർഷത്തിലെയും തിന്മകളെ എണ്ണിപ്പടച്ചവന്റെ മുമ്പിലേക്ക് പറയുന്ന ചെറുപ്പക്കാരനെ സൃഷ്ടിച്ച ഒരു റമദാനാണിതെങ്കിൽ പ്രിയപ്പെട്ടവരെ, മഗ്ഫിറത്ത് ലഭ്യമാകാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഇന്നലത്തേത് എണ്ണിയോ പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞ മാസത്തേത് എടുത്തെണ്ണിയോ നമ്മള്? 2010 നമുക്ക് പ്രായപൂർത്തിയെത്തി, നമ്മുടെ ബുദ്ധിക്ക് വക തിരിവെത്തി, എന്റെ ശരീരം ചലിക്കാൻ തുടങ്ങിയപ്പോൾ, എനിക്ക് വൈകാരിക ചിന്തകൾ എത്താൻ തുടങ്ങിയപ്പോൾ, ഞാൻ ധനസമ്പാദന മാർഗത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, വിവാഹത്തിന്റെ മുമ്പും വിവാഹത്തിന്റെ ശേഷവും കുടുംബത്തിന്റെ അകത്തും കുടുംബത്തിന്റെ പുറത്തും വിദേശത്തും സ്വദേശത്തും എണ്ണിയോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ കഴുകിക്കളയാത്ത കറുത്ത പുള്ളികൾ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ഹതഭാഗ്യവാനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ്യം. മഗ്ഫിറത്ത് ലഭ്യമാകാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. തഖ്വ ലഭിക്കാത്ത ആളുകളുടെ കൂട്ടത്തിലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമൈലിനെയും കൂട്ടി മദീനത്തെ സ്വഹാബത്തിന്റെ ഖബർസ്ഥാനത്ത് പോയി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അഹ്ലൽ ഖുബൂർ, ഏ ഖബർ നിവാസികളെ, മൽ അഖ്ബാറു ഇൻദകും, എന്താ നിങ്ങളുടെ വർത്തമാനം? ഖബറിന്റെ അകത്തുള്ളവർ കേൾക്കുകയോ മറുപടി പറയുകയോ ചെയ്യില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള അലിയാർ തങ്ങൾ ചോദിക്കണം, മൽ അഖ്ബാറു ഇൻദകും, എന്താ നിങ്ങളടുത്തുള്ള വർത്തമാനം? എന്നിട്ട് അദ്ദേഹം പറയണേ, അൽ അഖ്ബാറു ഇൻദനാ, ഞങ്ങളടുത്തുള്ള വിവരങ്ങൾ, നിങ്ങൾ മരിച്ചപ്പോൾ നിങ്ങളെ കുട്ടികൾ എത്തിയും കുട്ടികളായിട്ടുണ്ട്, നിങ്ങളെ വിധവകൾ വേറുള്ളവർ വിവാഹം ചെയ്തിട്ടുണ്ട്, അവർ വേറുള്ള ആളുകളോടൊപ്പം കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെ സ്വത്തുക്കൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ തന്നെ ഇവിടുന്ന് വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അലിയാർ തങ്ങളൊന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് കുമൈലിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്രയാ കുമൈൽ, അതെ ഇവർ കേട്ടിരുന്നുവെങ്കിൽ
എങ്കിൽ, ഇവർക്ക് ഉത്തരം പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, അലിയെ ഇതൊന്നുമല്ലടാ വിഭവങ്ങൾ, സമ്പത്തോ സന്താനങ്ങളോ ഭാര്യമാരോ ബാങ്ക് അക്കൗണ്ടോ കാറിൽ പോർച്ചിൽ കിടക്കുന്ന കാറുകളോ അക്കൗണ്ടിലുള്ള സംഖ്യകളോ ഒന്നുമല്ലടാ, ഇവിടെ വേണ്ട വിഭവം ഇവിടെ തഖ്വയാണ് വേണ്ടതെന്ന് ഖുബൈൽ ഈ ഖബറിന്റെ അടുത്ത് കിടക്കുന്ന മനുഷ്യന്മാർക്ക് കേൾക്കാനും ഉത്തരം പറയാനും അല്ലാഹ് കഴിവ് കൊടുത്തിരുന്നുവെങ്കിൽ അവർ അങ്ങനെ വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, തഖ്വയാകുന്ന പടച്ചട്ടയില്ലാതെ റമദാൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പടച്ചട്ടയില്ലാത്ത സൈനികൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയതുപോലെ വാളുകൊണ്ടും കുന്തം കൊണ്ടും ശരീരത്തിലേക്ക് വരുന്നതിനെ തടയാൻ കഴിയില്ല എങ്കിൽ തഖ്വ നേടിയെടുക്കാത്തൊരു റമദാൻ നമുക്കുണ്ടായിക്കൂടാ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിന്നും തഖ്വ ആർജിച്ചെടുത്ത് മാത്രമേ ഈ റമദാനിനെ പടികടത്താൻ പാടുള്ളൂ എന്നൊരു നീയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ വെക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ് നോമ്പും ഖുർആനും എന്ന റസൂലുള്ളാഹ് നിന്റേതാണ്, ഞാനാണ് കൂലി കൊടുക്കുക എന്ന് സൗമിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ കലാമാണ് ഖുർആനും. ഇവരുടെ രണ്ടുപേരുടെയും റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ നമ്മുടെ പേര് പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. എന്റെ പേര് ഖുർആൻ ശഫാഅത്ത് നടത്തുന്ന ലിസ്റ്റിൽ, അതുപോലെ തന്നെ നോമ്പ് ശഫാഅത്ത് നടത്തുന്ന ലിസ്റ്റിൽ എന്റെ പേര് വന്നിട്ടില്ല എങ്കിൽ ഇനിയുമുണ്ട് പ്രിയപ്പെട്ടവരെ വിലപ്പെട്ട കനപ്പെട്ട ദിവസങ്ങൾ. അവരുടെ റെക്കമെൻഡേഷൻ ലിസ്റ്റിലേക്ക് എന്റെ പേര് ആഡ് ചെയ്യാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റയ്യാൻ കവാടത്തിന്റെ കവാടം മുട്ടുന്നവരുടെ കൂട്ടത്തില് നമ്മൾ ഉണ്ടാകണം. കാരക്കന്റെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ തടുക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്മാർ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. കൊടുത്തിട്ടും വീണ്ടും കൊടുക്കുന്ന ഒരേ സംവിധാനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ഞാൻ ഇന്ന് ഓർക്കുന്നു. കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിലെ നാട്ടുകാർ പിരിച്ചുണ്ടാക്കിയ ഡയാലിസിന് കൊടുക്കുന്ന നീണ്ട താടി വെച്ച കാലിന് ചലനമറ്റ ഒരു സ്റ്റിക്കിൽ നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഡയാലിസിസ് സ്ഥിരമായി നടത്തണം. നാട്ടുകാർ പിരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡയാലിസിസ് അദ്ദേഹത്തെ സമീപിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകൾ പോകുമ്പോൾ അതെ ഇതൊന്നും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് പുതിയ പള്ളി നിർമ്മാണത്തിലേക്ക് തന്റെ പിരിച്ചു കിട്ടിയ നാട്ടുകാർ പിരിച്ചു കൊടുത്ത സംഖ്യയിൽ നിന്ന് കൊടുക്കുമ്പോൾ കളക്ഷനിൽ ചെന്ന മനുഷ്യന്മാർ കൈ പിൻവലിക്കുമ്പോൾ അയാൾ പറയുന്ന വാചകം എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാ ഇന്റെ അവസരം നിഷേധിക്കുന്നത്? ഞാൻ ഇത് തരുന്നു, ഇത് നിങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇതെനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതല്ല, എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ ഇത് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ കേവലം സാധാരണക്കാർ. അതേ പ്രിയപ്പെട്ടവരെ, കാരക്കന്റെ ചീള് കൊണ്ടെങ്കിലും നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് അകത്ത് നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പരലോകത്ത് കാൽപാദം മുന്നോട്ട് വെക്കാൻ പറ്റാത്ത മനുഷ്യന്മാരിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യന് മുന്നോട്ട് വെക്കാൻ പറ്റില്ല കാല്. 2-3-4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. അതിലൊരു ചോദ്യം സമ്പത്തിനെ കുറിച്ചാണ്. എവിടുന്ന് ഉണ്ടാക്കി എന്നുള്ള ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, എവിടെ ചിലവഴിച്ചു എന്നും ചോദ്യമുണ്ട്. നമ്മുടെ മക്കൾക്ക്, ഒന്നിന് മാത്രം പോകുന്ന പെൺകുട്ടികൾക്ക്, എന്റെ ഭാര്യക്ക്, എന്റെ ഉമ്മക്ക്, എന്റെ സഹോദരിക്ക്, എന്റെ ആൺമക്കൾക്ക്, എന്റെ കൂടപ്പിറപ്പുകളായ എന്റെ സഹോദരന്മാർക്ക് വസ്ത്രം വാങ്ങിയ സമ്പത്ത് ഹറാമിലുള്ള വസ്ത്രമാണ് എങ്കിൽ ചോദ്യം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിർബന്ധമായും ചോദ്യം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് കിടക്കാൻ കഴിയില്ല. ഔറത്ത് മറയാത്തൊരു വസ്ത്രമാണോ നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ സമ്പത്തിന് ചെലവഴിച്ചിട്ടുള്ളതെങ്കിൽ, അതേ ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാണോ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് എങ്കിൽ, നിങ്ങളുടെ ചെറുപ്പക്കാരനായ മകനും കൗമാരക്കാരനായ മകനും ഇസ്ലാം വിരോധിച്ച രൂപത്തിലുള്ള ഹെയർ കട്ടിംഗ് നൽകാനാണോ നിർവഹിക്കാനാണോ നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ, റീൽസും ഷോർട്സിലൂടെയും വേണ്ടാത്തത് കാണാൻ വേണ്ടി റീചാർജ് ചെയ്ത സമ്പത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയാതെ നമുക്കൊരു കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കേവലം ഇങ്ങനെ ഒരു കൈ പിടിച്ച് പൊന്തിച്ച് അതിൽ ഇങ്ങനെ എണ്ണാൻ മാത്രം ബാക്കിയുള്ള ദിവസങ്ങൾ ബാക്കി നിൽക്കെ നമ്മൾ അറിയേണ്ടത് അവസാന നിമിഷങ്ങളിൽ ആക്കവും ഊക്കും കൂട്ടണം എന്നാണ്.
അതെ മഹാനായ ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കുതിരയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കുതിര ഓട്ടപ്പന്തയത്തിൽ അവസാന റൗണ്ടിൽ ആ കുതിര കുതിച്ചു പായുമെന്നാണ്. കുതിരക്ക് പോലും അറിയാം എന്റെ വിജയം കിടക്കുന്നത് അവസാന റൗണ്ടിലാണ് എന്ന്. ബാക്കിയുള്ള കുതിരകളെ പിന്നിലാക്കി തന്റെ കുളമ്പിൽ ആഞ്ഞു ചവിട്ടി അതെ അങ്ങ് കുതിച്ച് മുന്നോട്ടോടി അവസാന റൗണ്ടിൽ ആഞ്ഞോടി വിജയത്തിലേക്ക് എത്തുന്ന ഒരു കുതിരയുണ്ട്. ആ കുതിര നിന്നേക്കാൾ ബുദ്ധിയുള്ള കുതിരയാകരുതേ എന്ന് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നുണ്ട്. ഫലാ തകുനിൽ ഖൈലു അഫ്ദന മിൻക, നിന്നേക്കാൾ ബുദ്ധിയുള്ളവനായി നീ കുതിരയെ കാണരുത് എന്ന കുതിരയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവാചകന്റെ വാചകം, ഫഇന്ന അൽ അഅമാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അവസാനം നോക്കിയാണ്. പ്രിയപ്പെട്ടവരെ, തളരാനുള്ള സമയമല്ല, അങ്ങാടികളിൽ ചിലവാക്കാനുള്ള സമയമല്ല, ഭൗതികമായ പർച്ചേസുകളിലും അതുപോലെ തന്നെ കച്ചവടത്തിലും സജീവമാകേണ്ട സമയമല്ല. വിലപ്പെട്ട കനപ്പെട്ട ദിനരാത്രങ്ങളിൽ അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ട അവസാന നിമിഷങ്ങളിലാണ് നമ്മളെന്ന തിരിച്ചറിവ്. ഓതിയതിനേക്കാൾ കൂടുതൽ പാരായണം ചെയ്യാൻ, കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ, വലിയ സംഖ്യ കൊടുക്കാൻ, നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ, നിസ്കാരത്തിന്റെ എണ്ണം കൂട്ടാൻ. അല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ജുമുഅയുടെ പ്രാധാന്യത്തോടു കൂടി ജമാഅത്തിന്റെ പള്ളികളിൽ നമ്മൾ എത്തിയിരുന്നില്ലേ? ജുമുഅക്ക് പ്രാധാന്യം കൊടുത്തതുപോലെ ഫർദ് നിസ്കാരങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നില്ലേ? സുന്നത്ത് നിസ്കാരങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തില്ലേ? നോമ്പിന്റെ ഓരോ നോട്ടങ്ങളും ഓരോ കേൾവികളും ഓരോ ചിന്തകളും നമ്മൾ കൺട്രോൾ ചെയ്തില്ലേ? കാണാൻ പാടില്ലാത്തടത്തേക്ക് സ്ക്രോൾ ചെയ്യാൻ പോലും നമ്മൾ ചെന്നിട്ടില്ലല്ലോ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ശക്തമായി ഓടേണ്ട സമയമാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നോമ്പുകാരന് രണ്ട് സന്തോഷമാണ്. ഒന്നാമത്തെ സന്തോഷം നമ്മൾ എന്നും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ സന്തോഷം നമ്മൾ എന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം നോമ്പ് തുറക്കുമ്പോൾ അവനൊരു സന്തോഷമുണ്ട് എന്ന. രണ്ടാമത്തെ സന്തോഷം എവിടെയാണെന്നോ പ്രിയപ്പെട്ടവരെ? രണ്ടാമത്തെ സന്തോഷം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, ഇലൽ ജന്നതി സുമറാ, കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എത്തുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് വരാറുണ്ട് പ്രിയപ്പെട്ടവരെ. നോമ്പുകാരെ, സദഖ കൊടുത്തവരെ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സക്കാത്ത് കൊടുത്തവരെ, നമസ്കരിച്ചവരെ, സ്വന്തം മിച്ചകളെ പിടിച്ചു വെച്ചവരെ, നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം അങ്ങ് സ്വർഗ്ഗത്തിലാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, സ്വർഗ്ഗത്തിന്റെ അടുത്തേക്ക് അവർ കൂട്ടം കൂട്ടമായി പോവുകയാണ്. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ അവർ അതാ കവാടത്തിന്റെ അടുക്കിലേക്ക് എത്തുന്നു, സ്വർഗ്ഗത്തിന്റെ കവാടത്തിലേക്ക് എത്തുന്നു. വഫുതിഹത് അബ്വാബുഹാ, ആ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അതാ ആ നോമ്പുകാരന് വേണ്ടി, നമസ്കാരക്കാരന് വേണ്ടി, സ്വതക്കക്കാരന് വേണ്ടി, ഉംറക്കാരന് വേണ്ടി, മറ്റുള്ളവരെ സഹായിച്ചവന് വേണ്ടി അതാ തുറക്കപ്പെടുന്നു. വഖാല ലഹും ഖസനതുഹാ, അപ്പോൾ ആ സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരതാ, സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരതാ സ്വർഗ്ഗ കവാടത്തിന് മുന്നിൽ നിൽക്കുന്ന കൂട്ടത്തോട് പറയുന്നു, സലാമുൻ അലൈക്കും തിബ്തും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾ സുഹൃത ജീവിതം നയിച്ചതുകൊണ്ട് നിങ്ങൾ ഇതാ നല്ലവരായിരിക്കുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതരായിക്കൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് രണ്ടാമത്തെ സന്തോഷം കിടക്കുന്നത്. ഈ പ്രവേശിപ്പിക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ അവകാശികൾ, അടുത്ത വാചകം സൂറത്തു സുമറിലെ 74-ാമത്തെ അടുത്ത വാചകം, വഖാലു, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട സുഹൃതം ചെയ്ത മനുഷ്യന്മാരുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, 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 എടുത്ത പണിക്കിതാ റിസൾട്ട് കണ്ടിരിക്കുന്നു, എടുത്ത അധ്വാനങ്ങൾക്കിതാ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവർ മനസ്സറിഞ്ഞ് പടച്ച റബ്ബിനോട് പറയുകയാണ്, വഖാലു അൽഹംദുലില്ലാഹ്, പടച്ചവനെ സർവസ്തുതിയും നിനക്കാണ്, അല്ലദീ സദഖനാ വഅദ, നീ ഞങ്ങൾ
ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒരു നോമ്പിനെ 70 കൊല്ലം വഴി ദൂരം നടന്ന ആ ദൂരത്തേക്ക് നരകത്തകറ്റാമെന്ന് നീ പറഞ്ഞു വാഗ്ദാനമില്ലേ? അതിതാ നീ പാലിച്ചിരിക്കുന്നു. ഒരു നോമ്പ് കൊണ്ട്, ഒരു നോമ്പ് കൊണ്ട് ഒരു കിടങ്ങ് നിർമ്മിക്കുമെന്ന് നീ പറഞ്ഞു വാഗ്ദാനമില്ലേ? നരകത്തെ തൊട്ട് നീ അതാ ഇത് വാഗ്ദാനം ഇതാ നീ സമ്മതിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ്. വൗറസനൽ അർള നതബവ്വഉ മിനൽ ജന്ന ഹൈസു നശാ, ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ ഈ സ്വർഗ്ഗഭൂമിയിൽ താമസിക്കാൻ ഞങ്ങൾക്ക് അധികാരം തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ, പണിയെടുത്തവനുള്ള പ്രതിഫലം എത്ര നല്ലതാണ് എന്ന വാചകം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഫനിഅമ അജ്റുൽ ആമിലീൻ, ആമിൽ പണിയെടുത്തവർക്ക്. പ്രിയപ്പെട്ടവരെ, വെറുതെയായിട്ടില്ല. നെറ്റിത്തടം സുജൂദിൽ വെച്ചത് വെറുതെയാവില്ല. ദീർഘനേരം നിന്നത് വെറുതെയാകില്ല. നെഞ്ചത്ത് കൈവച്ച് നിന്നത് വെറുതെയാകില്ല. പട്ടിണി കിടന്നത് വെറുതെയാകില്ല. കണ്ണടച്ചത് വെറുതെയാകില്ല. പറയേണ്ടത് പലതുണ്ടായിട്ടും മിണ്ടാതിരുന്നത് വെറുതെയാവില്ല. ആമിലുകൾക്ക്, അധ്വാനിച്ചവർക്ക് അവർക്ക് തക്കമായ പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ അറിയുക, നമ്മുടെ കർമ്മങ്ങൾ ജന്നത്ത് വരെ ഉണ്ടാവണം. കൂട്ടായിക്കൊണ്ട് ജന്നത്ത് വരെ നമ്മുടെ കൂട്ടായിട്ട് നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കും, റമദാനിലല്ലാത്ത മാസം ചെയ്യേണ്ടതില്ലാത്ത എന്തെങ്കിലും നമ്മൾ റമദാനിൽ ചെയ്തോ? നിസ്കാരം റമദാനല്ലാത്ത മാസത്തിലും വേണ്ടേ? പള്ളിയുമായി ബന്ധം റമദാനല്ലാത്ത മാസത്തിലും വേണ്ടേ? സക്കാത്തും സ്വതക്കയും റമദാനല്ലാത്ത മാസത്തിലും വേണ്ടേ? പ്രിയപ്പെട്ടവരെ, രാത്രി നിസ്കാരം റമദാനിലല്ലാത്ത മാസത്തിലും വേണ്ടേ? നോമ്പ് റമദാനല്ലാത്ത മാസത്തിലും വേണ്ടേ? റമദാനിൽ മാത്രമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ജന്നത്ത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നാണ്. ഒരുപാട് ചെറുപ്പക്കാർ ലിബറലുകളുടെ അണ്ടറിലേക്ക് പോകേണ്ട പല മനുഷ്യന്മാരും അള്ളാഹിന്റെ മുമ്പിൽ ഏറെ സുജൂദ് ചെയ്തിട്ടുണ്ട്. ഏറെ പഴക്കം ചെന്ന മനുഷ്യന്മാർ ക്ഷീണിച്ച് അള്ളാഹിന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്. കൈ കുഞ്ഞുമായി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴും അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി തേടിയ സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും ഇബാദത്തുകളിൽ മുഴുകിയ ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആവേശമാവാൻ പാടില്ല. വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, അതേ ദൃഢമായ മരണം എത്തുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കണം എന്ന് വിശുദ്ധ ഖുർആന്റെ ഭാഷ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിർത്താനായിട്ടില്ല. പള്ളിയിലെ മഞ്ചും, പള്ളിയിൽ AC വെച്ചതും, പള്ളിയിലെ കാർപ്പറ്റ് മാറ്റിയതും, പള്ളിയിൽ പെയിന്റ് അടിച്ചതും ഒരു റമദാനിന് വേണ്ടി മാത്രമല്ല എന്ന് നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ പള്ളികളിൽ നമ്മളാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ആരും ഒരു മാസത്തിന് വേണ്ടി പെയിന്റ് അടിക്കുന്നില്ല. ആരും ഒരു മാസത്തിന് വേണ്ടി കാർപ്പറ്റ് മാറ്റുന്നില്ല. ആരും ഒരു മാസത്തിന് വേണ്ടി AC-യുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല. മറിച്ച് 12 മാസത്തിനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വിലപിക്കും. യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. പടച്ചോന്റെ വിഷയത്തിൽ ഞാൻ പിന്നാക്കം നിന്നല്ലോ, ഞാൻ പരിഹസിക്കപ്പെട്ടവനായല്ലോ എന്ന് വിലപിക്കുമെന്നാണ്. ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്ത് തന്നിരുന്നുവെങ്കിൽ ഞാൻ തഖ്വയുള്ളവരായി തീരുമായിരുന്നു. കാരണം അവൻ തഖ്വ സ്വീകരിച്ചിട്ടില്ല, അവൻ നന്നായിട്ടില്ല. ഹീന തറൽ അദാബ്, ശിക്ഷ കാണുന്ന സമയത്ത് ലൗ അന്നലി കറത്തുൻ ഫകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ എന്നവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിനരാത്രങ്ങളെ ആക്കോടുകൂടി ഊക്കോടുകൂടി ശക്തമായി മുന്നോട്ടോടാനുള്ള ദിനരാത്രങ്ങളായി കണ്ട് വരും നാളുകളിൽ അതേ ബാക്കിയുള്ള ദിവസത്തേക്ക് കൂടി ഊർജം സംഭരിച്ച് ഓടുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖും ത്വാഖത്തും ഈമാനും തഖ്വയും ഇഹ്സാനും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വനുസല്ലിമു അലാ ഖതമൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ അവസാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. തീർച്ചയായും നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ. പൊതുവെ എന്താണെന്ന് വെച്ചാൽ ഒരു 10-20 കഴിയുമ്പോഴേക്കും നമ്മൾ പെരുന്നാളിൻ്റെ ഒരു ചൂടിലേക്ക് നമ്മുടെ മനസ്സും മുസ്ലിം സമുദായവും മാറാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ശരിക്കൊരു അബദ്ധവും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. എന്തൊക്കെ ചെയ്യാനുണ്ടോ പെരുന്നാൾക്ക് അതൊക്കെ മുൻകൂട്ടി ചെയ്തു വെക്കുന്നവരാണ് യഥാർത്ഥത്തിലൊരു വിശ്വാസി. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം പെരുന്നാൾക്ക് എന്ന് അറിയാത്ത ഒരാളും ഷാബാനിൽ ജീവിക്കുന്നില്ലല്ലോ, റമദാനിൽ ജീവിക്കുന്നില്ല. എനിക്ക് പെരുന്നാളിൻ്റെ ആ സമയത്തേക്ക് ഒരുപാട് ഒരുക്കങ്ങളുണ്ട് എന്നറിയാത്തൊരു മനുഷ്യന്മാരും മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എന്നിട്ടും പിന്നെന്തേ നമ്മൾ പിന്നേക്ക് ഇങ്ങനെ ആക്കി വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ അശ്രദ്ധയും നമ്മളെ പിശാച് പിൻവലിക്കുന്ന ചില രംഗങ്ങളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് മാനസികാവസ്ഥ മാറാൻ പാടില്ല. റമദാൻ 30 വരെ നമ്മൾ റമദാനിൽ തന്നെയാണ്. റമദാൻ ശവ്വാൽ മാസപ്പിറവി കാണുന്നത് വരെയും നമ്മുടെ റമദാനിൻ്റെ ഒരു ഫീലിങ്ങിൽ തന്നെ ഇരിക്കണം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിർബന്ധമാവണം. അല്ലെങ്കിൽ എന്നത് പെരുന്നാൾ വരാണ്ട് എന്നുള്ള സന്തോഷമാവാം, പക്ഷേ അത് റമദാനിൻ്റെ ഫീല് കളഞ്ഞുകൊണ്ടാവരുത് എന്ന് മാത്രം. ഒന്ന് ഫിത്ര സക്കാത്താണ്, നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ. സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമില്ല, അത് നിസാബും ഹൗലും എത്തിയവർക്കേ ഉള്ളൂ. എന്നാൽ ഫിത്ര സക്കാത്ത് നാളെ ആകുമ്പോൾ പെരുന്നാൾ, ഇന്ന് നമ്മളെ വീട്ടിലൊരു കുട്ടി ഉണ്ടായിച്ചാൽ ആ കുട്ടിക്കും കൂടി എന്താണ് നിർബന്ധമായ ഒന്നാണ് ഫിത്ര സക്കാത്ത്. അതുകൊണ്ട് എല്ലാവർക്കും നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം കുട്ടികളെ. അതുകൊണ്ട് എല്ലാവർക്കും നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ലക്ഷ്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെടുത്ത നോമ്പിന്റെ ശുദ്ധീകരണമാണ്. അബദ്ധങ്ങൾ ഉണ്ടാവും, ന്യൂനതകൾ വന്നിട്ടുണ്ടാവും. ആ ന്യൂനതകളെ തീർക്കാനുള്ള ഒരു പരിഹാരമാണ് ഫിത്ർ സക്കാത്ത്. ഒന്ന്. രണ്ടാമത്തെ ലക്ഷ്യം തുഅമത്തുൽ മസാകിൻ, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് നമ്മുടെ വിഹിതം നമ്മൾ കൊടുക്കുക. പള്ളിയിലും മഹല്ലിലൊക്കെ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു സംഖ്യ നിശ്ചയിച്ച് വാങ്ങണം. കാരണം മഹല്ലിന്റെ ബാധ്യത ഒന്നുമല്ല, നമ്മുടെ ബാധ്യത തീർക്കാൻ മഹല്ല് നമ്മളെ സഹായിക്കുകയാണ്. നമ്മുടെ പള്ളിയിലും 150 രൂപയാണ് ഒരു വിഹിതം എന്നാണ് മനസ്സിലാക്കിയത്, നിങ്ങളോട് പറയാൻ സൂചിപ്പിച്ചത്. നാളത്തോടു കൂടി അതിന്റെ സ്വരൂപണം അത് ശേഖരിക്കുന്നത് നിൽക്കും. അതുകൊണ്ട് കൊടുക്കാനുള്ളവർ നിന്ന് കൊടുക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് എത്രയെന്ന് അന്വേഷിച്ച് നമ്മൾ കൊടുക്കണം. ഒരു രൂപ ഉണ്ടാവണം. സ്വലാത്തിന് മുമ്പ് കൊടുക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ പള്ളി മഹല്ല് കമ്മിറ്റി ഏൽപ്പിച്ച പിന്നെ നമ്മളെ ഡ്യൂട്ടി തീർന്നു. പിന്നെ മഹല്ല് കമ്മിറ്റിന്റെ ഉത്തരവാദിത്തമാണ് അത് കൊടുക്കല്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് അത് ക്ലിയർ ആക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ചയുള്ളൂ ഇനി പെരുന്നാളിന്റെ മുമ്പ്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ സുന്നത്തുകൾ നമ്മൾ അറിയണമല്ലോ. ഒന്ന്, നമ്മൾ അറിയേണ്ടത് അന്നത്തെ ദിവസം ഒരു കൂലി കിട്ടുന്ന ഒരു കുളിയുണ്ട് എന്ന് നമ്മൾ അറിയുക. അത് സാധാരണ കുളിക്കുന്ന ഒരു കുളിയല്ല, അന്നൊരു സ്പെഷ്യൽ കുളി തന്നെയാണ്. ആ കുളിക്ക് നമുക്ക് കൂലി കിട്ടണം. അപ്പോൾ നമ്മൾ എന്താണ് അശ്രദ്ധമായി നിർവഹിക്കേണ്ട ഒന്നല്ല, മാന്യമായി വുളുവൊക്കെ ആദ്യം ചെയ്ത് നല്ലോണം. നമ്മൾ പലപ്പോഴും ജനാബത്ത് കുളിച്ച് പരിചയമുള്ള ആളുകളാണല്ലോ. ശരിക്കും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുളി അത് സുന്നത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തേത്, പ്രിയപ്പെട്ടവർ, വസ്ത്രം ധരിക്കൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനർത്ഥം. ഉള്ളതിൽ നല്ലത് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതിൽ നല്ലതാണ് ധരിക്കേണ്ടത്. നല്ലത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമല്ലാത്തത് എന്ന് കൂടി അർത്ഥം അതിന് വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയുക. നമ്മളെ കുട്ടിൻ്റെ ഷാളിപ്പോഴും കഴുത്തിലും ഷെൽഫിലൊക്കെ ആണെങ്കിൽ പ്രതിസന്ധിയെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പുരുഷന്മാരുടെ വസ്ത്രം എപ്പോഴും ബിരിയാണിക്ക് താഴെയാണെങ്കിൽ പ്രതിസന്ധിയെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വസ്ത്രം നല്ലതായിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതുമ തോന്നുന്നതും നമുക്കിട്ട സന്തോഷം തോന്നുന്നതും മാത്രമല്ല, അതിൻ്റെ മറ്റൊരു നല്ല വശം കൂടി നമ്മൾ കാണാം. മൂന്നാമത്തേത്, പുരുഷന്മാർ സുഗന്ധം പൂശുക എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് പാടില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു വ്യഭിചാരിണി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങണില്ല എന്ന് കുടുംബക്കാരാ പ്രിയപ്പെട്ടവരെ, രക്ഷിതാവാണ്. കാരണം റസൂൽ അങ്ങനെ ഒന്നും പറയില്ലല്ലോ. സാനിയ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി എന്നാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ സുഗന്ധം പൂശി അടിച്ചു വീശി മറ്റുള്ളവർക്കൊരു ആകർഷണം. അതുകൊണ്ട് സുഗന്ധം പൂശൽ പുരുഷന്മാർക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താ സ്ത്രീക്ക് ഇല്ലാത്ത വെച്ചാൽ പ്രിയപ്പെട്ടവരെ, സ്ത്രീക്ക് പലതും ഹലാലാണ്, നമുക്ക് പലതും ഹറാമാണ്. പലപ്പോഴും തോന്നിപ്പോവും സ്ത്രീകൾക്ക് ഇസ്ലാമിൽ വല്ലാത്ത സ്ഥാനങ്ങൾ എണ്ണിയൊക്കെയും സ്ത്രീകൾക്ക് പലതും ഹലാലാണ്. സ്വർണ്ണം ഞമ്മക്കുണ്ടോ, പട്ട് ഞമ്മക്കുണ്ടോ, അപ്പൊ എന്താ ഇവർക്ക് സുഗന്ധം പറ്റാത്തതെന്ന് മറുവശം നോക്കുമ്പോൾ ഇതിനേക്കാളും ഹലാലായത് അപ്പുറത്തുണ്ട് എന്ന പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് ആ ചിന്ത കൂടി ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് സൂചിപ്പിച്ചതാണ്. നാലാമത്തത്, പ്രിയപ്പെട്ടവരെ, ചെറിയ പെരുന്നാളാണ്. ഭക്ഷണം കഴിച്ചിട്ടാണ് ഇത് കാലത്ത് പോകുന്നത്.
എന്തെങ്കിലും ഒന്ന് കഴിക്കുക. ഒരു ഈത്തപ്പഴാണെങ്കിൽ ഈത്തപ്പഴം, ഒരു വെള്ളാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു എന്നുള്ള രൂപത്തിലേക്ക് ആ സുന്നത്ത് എടുത്തുകൊണ്ട് പോകണം. രാവിലത്തെ തിരക്കിലും വെത്തപ്പാടിലും കുളിച്ച് മണ്ടിപ്പാഞ്ഞ് പോണ ഒരവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കൊടുക്കും, ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോണ ഒരവസ്ഥ ഉണ്ടാവണം. അഞ്ചാമത്തേത് പ്രിയപ്പെട്ടവർ തക്ബീർ തന്നെയാണ്. തക്ബീർ ഇതിന്റെ പ്രത്യേകത, ഈദുൽ ഫിത്തറിന്റെ തക്ബീറിന്റെ പ്രത്യേകത, ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെ ഇതിന് വാലിഡിറ്റി, ഇത് ഈ ഒരു തക്ബീർ. അതുകൊണ്ട് തക്ബീർ നമുക്ക് ചെല്ലാം ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈദ് നിസ്കാരം കഴിയുന്നത് വരെ. ആറാമത്തേത് ഈദ് ഗാഹുകളിലേക്ക് നേരത്തെ എത്തുക എന്നുള്ളത്. പലപ്പോഴും നമ്മളെ കാത്ത് ബാക്കിയുള്ളവർ നിൽക്കല. അതൊക്കെ എന്ത് അബദ്ധങ്ങളാണ് പ്രിയപ്പെട്ടവര്. 7 മണി എന്ന് പറഞ്ഞാൽ 7 മണി തന്നെയാണ്. നമ്മുടെ പള്ളിയിൽ 7 മണിക്കാണ് നമ്മുടെ ഈദ് ഗാഹ്. അതിന്റെ ഒന്നും അപ്പുറത്തേക്ക് നമ്മളായിട്ട് നീക്കാൻ പാടില്ല. ഭാരവാഹികൾ പ്രിയപ്പെട്ടവർ അതിന് നിസ്സഹായതാണ്. ഒരാളിങ്ങനെ വരുന്നു, മറ്റാൾ വരുന്നു, നമ്മളെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മൾ 3:45 4:45 ചത്താഴം കഴിച്ച് പള്ളിയിൽ ബാങ്കുടുക്കുന്നതിന് മുമ്പ് എത്തിയ ആൾക്കാരല്ലേ. എന്തിപ്പോ ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത ശവ്വാലിന്റെ ഒന്നാകുമ്പോഴേക്കും നമുക്ക് ആ കൃത്യനിഷ്ഠ നഷ്ടപ്പെടുന്നത് പാടില്ല പ്രിയപ്പെട്ട. ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്രമീകരിക്കുക, അതിനനുസരിച്ച് കുട്ടികളെ ഒരുക്കുക. 7 എന്ന് പറഞ്ഞാൽ 7ന്റെ അപ്പുറം പോകാൻ പാടില്ല. കാരണം വന്ന കുറെ മനുഷ്യന്മാരുണ്ടാവും. ഓരോ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 100 ആൾക്കുണ്ടെങ്കിൽ 100 മിനിറ്റാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് 7 എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ് മനസ്സിലങ്ങ് കുത്തിവെച്ചിട്ട് 6:45 6:50 എത്താനുള്ള പണി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. മറ്റൊന്ന് പ്രിയപ്പെട്ടവർ, ഈദ്ഗാഹിലേക്ക് നടക്കൽ സുന്നത്താണ്. എന്നാൽ വാഹനത്തിൽ വരുന്നത് കുഴപ്പമില്ല, നടക്കൽ സുന്നത്തുണ്ട്. മാത്രമല്ല ഈദ് നിസ്കാരം സുന്നത്താണ്. നമ്മൾ പലപ്പോഴും അത് എണ്ണാറുണ്ട്. ഈദ് നിസ്കാരം എന്താണ്? സുന്നത്താണ്. അത് ഫർളല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അത് സുന്നത്തായ നിസ്കാരമാണ്. മറ്റൊന്ന് നിസ്കാരം ഈദ്ഗാഹിലാക്കുക എന്നുള്ളതും സുന്നത്തപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിലൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഏറ്റവും സുന്നത്തായിട്ടുള്ള പ്രവാചകന്റെ ചര്യയോട് ചേർന്ന് നിൽക്കുന്നതും മൈതാനത്ത് മുസല്ലയിൽ നമസ്കരിക്കുക എന്നുള്ളത് തന്നെ. അതുകൊണ്ട് വീട് കൂട്ടി ഈദ്ഗാഹിലേക്ക് സ്ത്രീകൾ വരണം. ആർത്തവ സ്ത്രീകൾ പള്ളിക്ക് കയറാൻ പറ്റില്ല, ഒരു മൈതാനത്തേക്ക് വരണം. നമ്മുടെ സ്ട്രക്ചറിൽ കിടക്കുന്ന പ്രായമായ ആൾ വീട്ടിലുണ്ടെങ്കിൽ സ്ട്രക്ചറോട് കൂടി വരണം പ്രിയപ്പെട്ടവരെ. വീൽ ചെയറിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ വീൽ ചെയറോട് കൂടി കൊണ്ടുവരണം. നമ്മളെ കുട്ടിക്ക് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഓലെ നമ്മളൊപ്പം വരണം. എല്ലാവർക്കും ഉള്ളത് പ്രിയപ്പെട്ടവരെ. ഒരാളും അടുക്കളയിൽ അന്ന് കഴിയരുത്. ആ സമയത്ത് ഒരാളും റൂമിന്റെ 4 ചുമരുകൾക്കുള്ളിലാകരുത്. ഒരു വാർദ്ധക്യം ചെന്ന മനുഷ്യനും അന്ന് പുറം ലോകം കാണാതിരിക്കാൻ പാടില്ല. എല്ലാവരും ഈദ്ഗാഹിലെത്തുന്ന സംവിധാനങ്ങളിൽ നമ്മൾ ഒരുക്കണം. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, ഈദ് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്തായ ഖുതുബ കേൾക്കുക എന്നുള്ള ചിലർക്കാർക്ക് അതൊരു അസ്വസ്ഥതയാണ്. നീച്ചും നടന്നോന്നല്ല, അതൊരു സുന്നത്ത്. ഇരുന്ന് കേൾക്കൽ, നീച്ച് നടക്കാൻ പാടില്ല, ഇരുന്ന് മാറാൻ പാടില്ല എന്നല്ല പറഞ്ഞു. അതൊരു സുന്നത്താണ്. അത് കൃത്യമായി കേൾക്കുന്ന ഒരവസ്ഥ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദ്ഗാഹുകളിൽ ഒരു സ്വതക്ക കൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ കീശയിലും നമ്മുടെ ഭാര്യന്റെ കയ്യിലും നമ്മുടെ ചെറുമക്കളെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ അന്ന് അവിടുത്തെ ബക്കറ്റിലും അവിടുത്തെ മുസല്ലയിലൊക്കെ ഇടാൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തു വിടണം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിക്കുന്നിടത്ത് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബിലാൽ റളിയല്ലാഹു പ്രത്യേകം കൂട്ടിപ്പോകാറുണ്ടായിരുന്നു. നമ്മുടെ ഖുതുബ കഴിഞ്ഞിട്ട് ആണുങ്ങളെ പിരിച്ചിട്ട് റസൂലുള്ള ബിലാൽ റളിയല്ലാഹു ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹത്തെയും കൊണ്ട് റസൂലുള്ള സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി അവിടുന്ന് പ്രത്യേകം കളക്ഷൻ എടുക്കാറുണ്ടായിരുന്നു എന്നാണ്. ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ പ്രിയപ്പെട്ടവരെ, 60 കൊല്ലം അള്ളാഹ്ക്ക് വേണ്ടി ഒരു മഠത്തിൽ ജീവിച്ച ഒരാളെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ദീനിനു വേണ്ടി മാത്രം 60 കൊല്ലം പൂർണ്ണമായിട്ട് ആരാധനകളാണ്. 60 കൊല്ലം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്റെ മഠത്തിന്റെ സമീപത്ത് ഒരു സ്ത്രീ താമസമാക്കി എന്നാണ്. ആ സ്ത്രീയിലേക്ക് ചായ്ഞ്ഞു എന്നാണ് ഈ നല്ല മനുഷ്യന്റെ മനസ്സ്. അവളുമായി 6 ദിവസം രാത്രികൾ ഇയാൾ ശരീരം പങ്കിട്ടു എന്നാണ്. അവിടെ നിന്ന് 6 ദിവസം കഴിയുമ്പോൾ കുറ്റബോധം കൊണ്ട് അയാൾ ഇറങ്ങി ഓടി എന്നാണ്. വേറൊരു നാട്ടിൽ അദ്ദേഹം പള്ളിയിലേക്ക് എത്തുന്നു എന്നാണ്. 3 ദിവസം ആ പള്ളിയിൽ ഒരു ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ കുറ്റബോധം കൊണ്ട് പടച്ചോനോട് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു എന്നാണ്. 3 ദിവസത്തെ പട്ടിണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു റൊട്ടി വരുന്നുണ്ട് എന്നാണ്. ആ മനുഷ്യൻ തന്റെ കുറ്റബോധം കൊണ്ടും വിശപ്പിന്റെ കാഠിന്യം കൊണ്ടും ഒരു വേള അത് തിന്നാൻ കഴിയാത്തത് കൊണ്ടും അയാൾ അത് 2 ആക്കി പകുത്ത് തന്റെ വലതും ഇടതുമുള്ള മനുഷ്യന്മാർക്ക് കൊടുത്തു എന്നാണ്. അതിനുശേഷം അള്ളാഹു മലക്കുകളെ പറഞ്ഞയച്ച് അദ്ദേഹത്തെ മരിപ്പിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തെ വിചാരണക്ക് കൊണ്ടുവന്നൊരു ചിത്രം കൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 60 വർഷത്തെ ഇബാദത്തുകൾ ഒരു തുലാസിലിട്ടുവത്രേ. 6 ദിവസത്തെ തിന്മ മറ്റൊരു തുലാസിലുമിട്ടത്രേ. അവിടെ 6 ദിവസത്തെ തിന്മക്ക് കനം കൂടി എന്നാണ്. 60 കൊല്ലത്തെ നന്മ പാഴായി പോയി എന്നാണ്. പിന്നെ അവിടുന്ന് 60 കൊല്ലത്തെ ആ ഇബാദത്തുകൾ മാറ്റി അവിടേക്ക് അയാൾ ഒരു നേരം ചെയ്ത ആ 2 റൊട്ടി കഷ്ണത്തിന്റെ സ്വതക്കുണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടൊരു തുലാസിലിട്ടു എന്നാണ്. ആ തുലാസ് കനം തൂങ്ങുകയും തിന്മ പൊന്തുകയും ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ
ഒരൊറ്റ സമയത്തെ വിശന്നിട്ടും അദ്ദേഹം കൊടുത്ത ഒരു 2 റൊട്ടി കഷ്ണം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോയ കഥ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വതക്കകളുടെ പവറാണ് നമ്മൾ അറിയേണ്ടത്. എല്ലാ ആഴ്ചയും പള്ളിയിൽ പിരിവുണ്ടാവും. ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവർ, ഇതിനൊക്കെ സ്കാനറുകളുണ്ട്. ഇവിടെ പിന്നെ നോമ്പ് തുറക്കാൻ പൈസ ആവശ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച്, ഇതിന്റെ കറണ്ട് ബില്ല് നമ്മളുടെ ഏറ്റെടുത്തിൽ ഒരു മാസത്തെ കറണ്ട് ബില്ല് ഏറ്റെടുത്താൽ 30 ദിവസം ഈ പള്ളി മുഴുവനായും തറാവീഹ് നമസ്കരിച്ചവരുടെ കൂലി, ജുമാക്ക് പങ്കെടുത്തവരുടെ കൂലി, ഇവിടെ പങ്കെടുത്തവരുടെ കൂലി, സുന്ദരമായ എസിയുടെ തണുപ്പുമേറ്റ് ഒരു ചൂടുമില്ലാത്ത അള്ളാന്റെ മുമ്പിൽ മനസ്സ് തുറന്ന് നമസ്കരിച്ചവന്റെ കൂലി പള്ളിക്കണ്ണ് കൊടുത്ത കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മളാ തീരുമാനിക്കേണ്ടത് ഏതിനാണ്. ഇന്ന് പുറത്ത് പിരിവ് നടക്കുന്നത് നമ്മുടെ ഹിക്മ കോളേജിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ പെൺകുട്ടികളെ മതപഠനത്തിന് വേണ്ടിയിട്ട് 10:15 മുതൽ 3:15 വരെ അവർ മതം മാത്രം പഠിക്കുകയാണ്. 3:30 അവർ വിട്ടതിന് ശേഷം 4:30 വരെ വീണ്ടും പകുതിയോളം കുട്ടികൾ ഉസ്താദുമാരുടെ മുമ്പിൽ വന്ന് ഒന്നുകൂടി ഡീപ്പായി കിതാബ് വായിച്ച് പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് ചെന്നാൽ അവരുടെ പ്രദേശങ്ങളിൽ നടക്കുന്ന മഗ്‌രിബിന് ശേഷം നടക്കുന്ന മദ്രസകളിൽ അവർ കുഞ്ഞു ബാല്യങ്ങൾക്ക് ബിസ്മില്ലയും മഊദും ഫാത്തിഹയും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നേരം വെളുത്ത രാവിലത്തെ സുബഹിന് ശേഷമുള്ള മദ്രസകളിൽ പലരും പഠിപ്പിക്കുന്നു. ഒഴിവ് ദിവസങ്ങളിൽ അവർ ഖുർആൻ ക്ലാസ് എടുക്കാൻ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കുള്ള ഒരു വിളക്കുമാടമായി ഹിക്മ വിമൻസ് കോളേജ് നിലനിൽക്കുമ്പോൾ ഇന്ന് അതിന്റെ പിരിവാണ് പുറത്ത് നടക്കുക. പക്ഷെ ബാക്കിയുള്ള സ്കാനറുകളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ടവരെ, പവർഫുൾ ആണ് നമ്മുടെ ഒരു സ്വതക്ക എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ചരിത്രം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വന്നുപോയ അബദ്ധങ്ങളെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ന്യൂനതകളെ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുന്നു റഹ്മാനെ. അല്ലാഹുവേ, അതേ പരാജയപ്പെട്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. അപകടകാരികളായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, മദീനത്തെ പെണ്ണിനെ പോലെ ഞങ്ങളെ അതേ പിരിമുറിച്ച് കളഞ്ഞ ആളുകളാക്കി മാറ്റല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നമസ്കരിച്ച നമസ്കാരങ്ങളും ഞങ്ങൾ നോട്ടുകൂട്ടിയ നോമ്പുകളും ഞങ്ങൾ ചൊല്ലി തീർത്ത ദിക്റുകളും ഞങ്ങൾ കൊടുത്തു വീട്ടിയ സദഖകളും സകാത്തുകളും നിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലങ്ങളായി ഞങ്ങൾക്ക് നീ തിരിച്ചു തരണമേ റഹ്മാനെ. റയ്യാനിന്റെ കവാടം മുട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. റയ്യാൻ കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ചെന്ന് ചേരുന്ന മഹാമനുഷ്യന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം നിന്നെ കാണലാണ്, നിന്നെ കണ്ടുമുട്ടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അത്യാഗ്രഹമാണ്, വല്ലാത്ത പൂതിയാണ് റഹ്മാനെ. ആ നോമ്പിന്റെ രണ്ടാമത്തെ സന്തോഷമാകുന്ന നിന്റെ മുഖത്തെ കാണൽ ഞങ്ങൾക്ക് നീ തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഹുദവി പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നലകളിലെ പാപങ്ങൾ ഇന്നും കഴുകിക്കളയാൻ ബാക്കിയുണ്ട്. ഓർമ്മയുള്ളതുണ്ട് റബ്ബേ, ഓർമ്മയില്ലാത്തതുണ്ട് റഹ്മാനായ റബ്ബേ, ഗാഫിറായ റബ്ബേ, ഖാബിലു തൗബായ റബ്ബേ. നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ ഇതാ ഉയർത്തുന്നു ഞങ്ങളുടെ മനസ്സുകൾ. ഞങ്ങളുടെ തിന്മകളെ നീ പുറത്തു തരണമേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെ കഴുകി തരണമേ റഹ്മാനെ. ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല നിന്റെ നരകം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പറ്റുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട് ഗസയിലും ഫലസ്തീനിലും. അവർക്ക് ആഘോഷങ്ങൾക്ക് വകുപ്പില്ല. ഞങ്ങൾ ആഘോഷങ്ങളിലേക്ക് പോകുന്നു റബ്ബേ. അവർക്ക് നീ വിടുതൽ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങളാണ് റഹ്മാനെ. അവർക്ക് നീ പാപങ്ങൾ കഴുകി കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് നീ ഈമാനിന് കരുത്തേകണേ റഹ്മാനെ. ജൂതരായ കാബാലികളെ നീ തീർത്ത് കളയണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو
تحب العفو فاعف عنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.